ശ്രീരാമായ നമോ നമ. 43-ാമത്തെ സർഗം. ഭദ്രവാക്യ ശ്രവണം. ഇതിനു മുമ്പുള്ള സർഗത്തില് പറഞ്ഞു, സീതാരാമ സംവാദത്തിന് ശേഷം നടുത്തളത്ത് എത്തിയ ശ്രീരാമൻ സീതയെ അന്തഃപുരത്തിലേക്ക് എത്തിച്ച് സുഹൃത്തുക്കളുമായി രാജ്യസഭയിലെത്തി എന്ന് വരെ പറഞ്ഞു. സീതാരാം ഗുണാരം പുണ്യാരണ്യവാസിനോ വന്ദേ വിശുദ്ധ വിജ്ഞാനോ കവീശ്വരോ. പിന്നെ പറയാണ്, ആ മഹാരാജാവായ രാമനെ എവിടെ പല ആൾക്കാരും വന്ന്, കഥാവചനക്കാര്, വിദൂഷകന്മാർ എല്ലാവരും ഉപാസിച്ചു. അതിൽ കുറച്ച് പേരുടെ എടുത്ത പേര് പറയുന്നുണ്ട്. വിജയോ മധുമത്തശ്ച കാശ്യപോ മംഗള കുലഹം സുരാജി കാളിയോ ഭദ്രോ ദന്തവക്ത്ര സുമാഗധ. ഏതേ കഥാ ബഹുവിധ പരിഹാസ സമന്വിത. ഇവർ പല കഥകളും തമാശകളൊക്കെ ഇടകലർത്തി പറഞ്ഞു. അപ്പൊ ഇടയ്ക്ക് രാമൻ ചോദിക്കുകയാണ്, ഭദ്ര, അതിലൊരാളാണ് ഭദ്രൻ. നഗരത്തിലും പ്രജകളുടെ ഇടയ്ക്കും എന്താണ് വർത്തമാനം? എന്നെയും സീതാദേവിയെയും ഞങ്ങൾ സോദരന്മാരെയും അമ്മമാരെയും കുറിച്ചും പ്രത്യേകിച്ച് കൈകേയി അമ്മയെക്കുറിച്ചും എന്താണ് അവിടെ പ്രജകളുടെ അഭിപ്രായം? ഭദ്രൻ തൊഴുകൈകളോടുകൂടി പറഞ്ഞു, ഒക്കെ നന്ന്. രാവണ വിജയത്തെപ്പറ്റി പ്രജകൾ ഏറെ പാടി പുകഴ്ത്തുന്നുണ്ട്. രാമൻ, ശരി തന്നെ. വാസ്തവത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ഒന്നും ബാക്കി വയ്ക്കാതെ പറയൂ. അവ കേട്ടിനി ശുഭകാര്യങ്ങളാണെങ്കിൽ തുടരാമല്ലോ, അശുഭങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. മടി കൂടാതെ എല്ലാം പറയൂ. പല പാപികളും അഭിപ്രായം പറയുന്നുണ്ടാവും, അതുകൂടി കേൾക്കണം. ഭദ്രൻ എത്രയും കേട്ടപ്പോൾ വീണ്ടും തൊഴുതുകൊണ്ട് മറുപടി പറഞ്ഞു, കവലകളിലും അങ്ങാടികളിലും ഉത്തമ വീഥികളിലും കാട്ടിലും പൂന്തോപ്പുകളിലും ഒക്കെ നടക്കുന്ന വർത്തമാനം ഞാൻ അറിയിക്കാം. പഴമക്കാരോ ദേവാസുരാദികളോ നടത്താത്ത ദുഷ്കരമായ കാര്യമാണ് രാമൻ സേതു കെട്ടുക മുതലായ കാര്യങ്ങൾ ചെയ്ത് നേടിയത്. സേനയെയും വാഹനങ്ങളെപ്പോലും തകർത്ത് രാവണനെ വെന്നതും, വാനരന്മാർ, കരടികൾ, ഒടുവിൽ രാക്ഷസമം എല്ലാവരെയും നമ്മുടെ വശത്താക്കിയതും രാമന്റെ അത്ഭുത കൃത്യങ്ങൾ തന്നെ. രാവണനെ കൊന്ന് സീതാദേവിയെ വീണ്ടെടുത്ത് അമർത്തി വെച്ചുകൊണ്ട് സ്വന്തം തറവാടത്തിൽ എത്തിച്ചതും വളരെ ആശ്ചര്യം തന്നെ. ഇപ്പോൾ സീതയോടൊത്ത് കഴിയുന്നത് എന്തു സുഖമാണ് രാമന് നൽകുക? മുൻപ് രാവണൻ മടിയിൽ വെച്ചു കൊണ്ടുപോയതല്ലേ? എന്നിട്ട് എന്തേ രാമൻ സീതയെ പഴിക്കാത്തത്? ഈ ഒരു ഗതികേട് നമുക്കും നമ്മുടെ ഭാര്യമാരെ സംബന്ധിച്ചും സഹിക്കേണ്ടി വരും. എന്തെന്നാൽ രാജാവ് ചെയ്യുന്നതല്ലേ പ്രജകളും അനുകരിക്കേണ്ടി വരുന്നത്? ഭദ്രൻ പറയണം, അല്ലയോ രാജൻ, ഇങ്ങനെയുള്ള വാക്കുകളും പല പ്രകാരം നഗരവാസികളും ഗ്രാമീണരും കൂടി പറയുന്നതും കേൾക്കേണ്ടി വന്നു. ഇത് കേട്ട് ഏറ്റവും വിഷണ്ണനായി രാമൻ സുഹൃത്തുക്കളോടൊക്കെയായി പറഞ്ഞു, എന്താണ് ഇങ്ങനെ? ഇവിടെ ഒരു മണ്ണാനോ മണ്ണാത്തിയോ വണ്ണാത്തിയതോ അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ ശൂർപ്പണഖ ആണ് ഇതായി വന്നത് എന്നുള്ള അങ്ങനെയൊന്നുമില്ല. വാൽമീകി രാമായണത്തിൽ എങ്ങനെയാണ് ഒരാളുടെ അടുത്തല്ല പല ദിക്കുന്ന ഗ്രാമവാസികളും നഗരവാസികളും ഒക്കെ പറഞ്ഞു എന്നാണ് ഭദ്രൻ അറിയിക്കുന്നത്. ഇത് കേട്ട് രാമൻ ഏറ്റവും വിഷണ്ണനായി സുഹൃത്തുക്കളോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തുക്കൾ തല താഴ്ത്തി തൊഴുതുകൊണ്ട് പറഞ്ഞു, ഭദ്രൻ പറയുന്നത് വാസ്തവം തന്നെയാണ്, സംശയിക്കേണ്ടതില്ല. ശോകമുഖമായ അന്തരീക്ഷമായി ശ്രീരാമസ്വാമി അവരെ വേണ്ട പോലെ നാം നിങ്ങൾക്ക് പോവാന്ന് പറഞ്ഞയച്ചു. എന്താ വേണ്ടതെന്ന് ആലോചിക്കുകയാണ്. ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം.